നമ്മുടെ ടി വി ആംബിലൈറ്റ് സെറ്റപ്പിൻ്റെ പാർട്ട് 3 ആണ്. ഇന്നാണ് നമ്മൾ ആംബിലൈറ്റ് സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ടി വിയുടെ പറയാം. അപ്പോൾ ടി വി അഴിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒരു ഡ്രിൽ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ 4 പോയിന്റ് തുളക്കണം കേട്ടോ. പിന്നെ ഞാൻ തന്നെ ഒരു ക്ലിപ്പ് ഡിസൈൻ ചെയ്യുന്നുണ്ട്, LED സ്ട്രിപ്പ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള ക്ലിപ്പ്. അപ്പോൾ ഞാനിപ്പോൾ അത് സ്ക്രൂ ചെയ്യണേ. പിന്നെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ LED സ്ട്രിപ്പിനെ പിഞ്ച് ചെയ്യണം മാത്രമേ ഉള്ളൂ. പിഞ്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്ത് വെക്കും ടൈറ്റ് ആയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നെക്കി പിടിക്കും സ്ട്രിപ്പിനെ. ബാക്കി 3 ഹോൾഡർ വെറുതെ എൻ്റെ മേളിൽ കൂടി LED പാസ് ചെയ്യണുള്ളൂ. ജസ്റ്റ് റൗണ്ട് ഹോൾഡറാണ്. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ക്ലിപ്പാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് LED സ്ട്രിപ്പ് മൊത്തത്തിൽ വലിച്ചു പിടിക്കാൻ നമ്മൾ. പവർ സപ്ലൈ ഞാൻ ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ്. അത് മോർസൻ്റെ ഒരു 5 വോൾട്ട് 10 ആംപിയർ SMPS ആണ്. പിന്നെ അത് ഇപ്പോൾ കൺട്രോൾ യൂണിറ്റ് പിടിപ്പിക്കാൻ പോണ്. മെയിൻ യൂണിറ്റ് പിടിപ്പിക്കാൻ നോക്കിയാൽ തുളച്ച ഹോള് വലുതായി പോയി, എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇഷ്ടികയുടെ 2 ഇടയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഞാൻ തുളച്ചു തോന്നുന്നു. അപ്പോൾ വീണ്ടും ഞാൻ വേറൊരു ഹോൾ ജസ്റ്റ് താഴെ ഞാൻ തുളച്ചു. അപ്പോൾ അത് കുഴപ്പമുണ്ടായില്ല. ഫൈനൽ നമ്മുടെ യൂണിറ്റിന് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടി വി എടുത്ത് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം നമുക്ക്. ടി വി തിരിച്ച് ഫിറ്റ് ആക്കുമ്പോൾ ഞാൻ കിടന്ന് മുക്കളയായിരുന്നു. പണ്ടാറ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഴാൻ പോകണോ ഫീൽ ചെയ്തത്. രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ് ടി വി പൊക്കി ഫിറ്റ് ചെയ്യണത്. മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ് ടി വി പൊക്കി ഫിറ്റ് ചെയ്യണത്. ടിവിയുടെ പണി കഴിഞ്ഞ് ഇനി ബാക്കി കയറ്റാനുള്ള സ്പ്ലിറ്ററും പിന്നെ ഫയർ സ്റ്റിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കയറ്റിക്കാണ്ട് നമുക്കൊന്ന് ഓണാക്കി വെക്കാം. നമ്മുടെ ഫയർ സ്റ്റിക്കും പിന്നെ HDMI സ്പ്ലിറ്ററും കയറ്റി കഴിഞ്ഞ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ജാമാക്കി വെച്ചാണ് എല്ലാം. സ്ട്രിപ്പ് ഞാനിപ്പോൾ മതിൽ നല്ല ക്ലീനായിട്ട് ഇപ്പോൾ ഇരിപ്പുണ്ട്. ഞാൻ സ്ട്രിപ്പ് പിന്നെ മതിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ടി വിക്ക് വാറണ്ടി ഉണ്ട്. അപ്പോൾ എനിക്ക് എങ്ങാനും ഇനി വല്ല വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ ഇനി സ്ട്രിപ്പ് പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ അവന്മാരെല്ലാം പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ പണിയിട്ട് ഓർത്തിട്ട് ഞാനിപ്പോൾ മതിലെ കൊണ്ട് ഫിറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ഹൈപ്പർ നിഞ്ചയുടെ കോൺഫിഗറേഷൻ. ലാസ്റ്റായിട്ട് നിങ്ങൾ റാസ്ബെറി പൈ SSH ചെയ്തിട്ട് നിങ്ങൾക്ക് റാസ്ബെറി കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനകത്ത് പെർഫോമൻസ് ടാബ് എടുത്തിട്ട് ഓവർലേ FS എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ അത് റീഡ് ഓൺലി മോഡാക്കും. അപ്പോൾ ഈ റാസ്ബെറി പൈ എപ്പോഴും ഇങ്ങനെ ഓൺ ഓഫ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ SD കാർഡ് കറക്റ്റ് ആവില്ല. I'm losing my mind. I am totally out. ഒരു കാര്യം എനിക്ക് തീർച്ചയായിട്ടും പറയാട്ടെ, ഇത് കാണാൻ ഒട്ടും രസമില്ല കേട്ടോ.